അപ്പോൾ നമ്മൾ +2 ഫിസിക്സിലൊരു ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് EMW BMW അല്ലെ EMW എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോർട്ടായിട്ട് വിളിക്കുക. അപ്പോൾ ഇതിൽ വരാൻ സാധ്യതയില്ല NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതിലെന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റും പിന്നെ മാക്സ്വെൽസ് ഇക്വേഷൻസ് എല്ലാം പറയുന്നുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. നമ്മളെ പേജ് നമ്പർ 208 എക്സാമ്പിൾ 8.2 ചെയ്യുക. ഇത് എക്സാമിന് എന്തായാലും വരും. എനിക്കൊന്ന് ആകെ ഈ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ വരാൻ സാധ്യതയില്ല NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലെ NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നോക്കാം. ഇതിൽ 10 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് സെലക്റ്റഡ് NCERT എക്സസൈസും പിന്നെ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. ഇതിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ദ സെയിം ഫോർ എക്സ്റേസ് ഓഫ് വേവ് ലെങ്ത് 10⁻⁻10 മീറ്റർ. അപ്പോൾ ഈ 3 ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഒന്ന് എക്സ്റേസ് ഓഫ് വേവ് ലെങ്ത് ഇത്ര, റെഡ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ഇത്ര, ആൻഡ് റേഡിയോ വേവ്സ് ഓഫ് വേവ് ലെങ്ത് ഇത്ര. ഇത് 3 കോമൺ ആയിട്ട് എന്തോ സാധനം ഉണ്ട്. അതെന്താണെന്നല്ല നമ്മൾ കണ്ടുപിടിക്കണം. ഹിയർ എക്സ്റേസ്, റെഡ് ലൈറ്റ് ആൻഡ് റേഡിയോ വേവ്സ് ഓൾ ആർ ഇൻ ഇത് 3 എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. EMW നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ. ആസ് വി നോ ദാറ്റ് ഓൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ട്രാവൽ വിത്ത് ദ സെയിം സ്പീഡ് ഓഫ് ലൈറ്റ് c, ദാറ്റ് ഇസ് സ്പീഡ് ഓഫ് ലൈറ്റ്. തസ് ദ സ്പീഡ് ഓഫ് അപ്പോൾ എന്താ എക്സ്റേ ആയിക്കോട്ടെ, റെഡ് ലൈറ്റ് ആയിക്കോട്ടെ, റേഡിയോ വേവ് ആയിക്കോട്ടെ, ഇതിൻ്റെ മറ്റേ വേവ് ലെങ്ത് എല്ലാം ഡിഫറൻറ്റാണ്, വേറെ കുറേ ക്വാണ്ടിറ്റീസ് എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് c എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് എന്താ 3 × 10⁻8 മീറ്റർ/സെക്കൻഡ്. ഈ ഒരു ക്വാണ്ടിറ്റി എല്ലാത്തിനും എന്തായിരിക്കും? എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ദിസ് ഇസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഇസ് ഇറ്റ്? സ്പീഡ് ഓഫ് ലൈറ്റ്. എ പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽസ് ഇൻ വാക്വം അലോങ് ദ z ഡയറക്ഷൻ. നമ്മളെ ഇത് x, ഇത് y, പിന്നെ ഇത് എന്ന് പറയേണ്ടത് z ഡയറക്ഷന്. അപ്പോൾ ഇതായിരിക്കും z ഡയറക്ഷൻ കാണിക്കുന്നത്. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ ഡയറക്ഷൻസ് ഓഫ് ഇറ്റ്സ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ? ഇത് മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡിൻ്റെ എന്ത് കാണിക്കണോ? ഡയറക്ഷൻ കാണിക്കണോ. ഇഫ് ദ ഫ്രീക്വൻസി ഈസ് 30 MHz, വാട്ട് ഈസ് ഇറ്റ്സ് വേവ് ലെങ്ത്? അപ്പോൾ ആസ് വി നോ ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഹിയർ എന്താണ്? അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മളെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡായിട്ടുള്ള E0 പിന്നെ മാഗ്നറ്റിക് ഫീൽഡായിട്ടുള്ള B0 രണ്ടിനും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമുക്കാണ് അതിൻ്റെ ഡയറക്ഷനെ പറ്റിയിട്ട് ഇതാണ് പറയാൻ പറ്റും. ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഹിയർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇസ് ട്രാവലിംഗ് ഇൻ Z ഡയറക്ഷൻ, ദെൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ ഇത് അപ്പോൾ X ഡയറക്ഷനിലായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് X ഡയറക്ഷനിൽ, അപ്പോൾ ഇത് Y ഡയറക്ഷനിൽ, അതായത് B0 മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ ഇതായിരിക്കും Z ഡയറക്ഷൻ. അപ്പോൾ പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത് അപ്പോൾ ഏതാ? പ്ലെയിൻ ട്രാവൽസ് ഇൻ വാക്വം. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സാധനം എന്തില്ല? Z ഡയറക്ഷനിൽ. അപ്പോൾ ഇതും എന്തിലായിരിക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ നമുക്ക് X ഡയറക്ഷനായിട്ട് ഇലക്ട്രിക് ഫീൽഡ് സെലക്ട് ചെയ്യുക, Y ഡയറക്ഷനായിട്ട് മറ്റേ മാഗ്നറ്റിക് ഫീൽഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ എന്താ? ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആവും. അപ്പോൾ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ ആൻസറായി. അടുത്തത് ഫ്രീക്വൻസി ഓഫ് വേവ്സ് തന്നിട്ടുണ്ട് 30 MHz, അല്ലെങ്കിൽ മെഗാഹെർട്സ് എന്ന് പറയുമ്പോൾ 10⁻6, 30 × 10⁻6 ഹെർട്സ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁻8 നമുക്കറിയാം. യൂസിങ് ദ ഫോർമുല C = F λ. ആക്ച്വലി അത് നിങ്ങൾ എവിടെയാ ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന ന്യൂ = ഈ പറഞ്ഞ C/λ. ഈ ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ? നമ്മളെ +1 കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫ്രീക്വൻസിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂ = C/λ. അന്നേരം C = എന്താ? ന്യൂ × λ. അപ്പോൾ ആ ന്യൂന് പകരം എന്താ? അല്ല, ന്യൂ × λ അല്ല. അപ്പോൾ ഈ ന്യൂന് പകരം അല്ല, ന്യൂവിൻ്റെ വേറൊരു പേര് അല്ലെ വേറൊരു സിമ്പിളായിട്ടില്ല F λ, അത്രയില്ല. അതായി പറയുന്ന C λ, അല്ലെങ്കിൽ C = ന്യൂ λ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് എഴുതാവുന്നതാണ്. സിയോ എഫോ അല്ല, ന്യൂയോ എഫ് എല്ലാം കണക്ക് തന്നെയാണ് ഫോർ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. അപ്പോൾ ലാംഡ = C/ന്യൂ അല്ല C/F. അപ്പോൾ 3 × 10⁻8 ഡിവൈഡ് ബൈ ഫ്രീക്വൻസി എത്ര തന്നിട്ടുണ്ട്? 30 × 10⁻6. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് 10⁻8 × 10⁻6 കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 10² ബാക്കിയുണ്ട്. പിന്നെ ഇതിൽ 1/10. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 1. അപ്പോൾ ഇതാ 10 മീറ്റർ ആയിരിക്കും ആൻസർ വരിക. ദസ് വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇസ് 10 മീറ്റർ. ഇതായിരിക്കും ക്വസ്റ്റിന് ആൻസർ. അടുത്ത ക്വസ്റ്റിന് എന്താ? എ റേഡിയോ ക്യാൻ ട്യൂൺ ഇൻ ടു എനി സ്റ്റേഷൻ ഇൻ ദ 7.5 MHz. ഒരു റേഡിയോന് ഏത് സ്റ്റേഷനിലേക്കും ട്യൂൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ റേഡിയോ ഇപ്പോഴത്തെ കാലത്തെല്ലാം എത്ര ന്യൂ ജനറേഷൻ പിള്ളേരെല്ലാം റേഡിയോ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ഒരു പണ്ടത്തെ ടൈപ്പിലുള്ള റേഡിയോ ഉണ്ട്. നമ്മളിങ്ങനെ തിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഈ പറയുന്ന ആ ഒരു ദൂരദർശിനി, അത് അങ്ങനെയല്ലല്ലോ സംഭവം, അതെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. അതിലെ പാട്ടുകളും ഷോകളെല്ലാം നമുക്ക് റേഡിയോയിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ ആ റേഡിയോൻ്റെ
എത്ര ഉണ്ട് 7.5 മെഗാ ഹേർട്സ്. അപ്പോൾ അതിനെ ഹേർട്സിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെ 7.5 × 10⁻⁶ ഹേർട്സ്. നമ്മൾ ഇവിടെ തന്നെ കൺവേർഷൻ ആദ്യം തന്നെ അങ്ങ് ചെയ്ത് വെച്ചാൽ അപ്പോൾ നമുക്ക് എന്താ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനൊരു സൗകര്യം. 12 മെഗാ ഹേർട്സ് വേണം. അപ്പോൾ അതിൻ്റെ റേഞ്ച് വരുന്നത് ഈ 7 മുതൽ എടുത്തം വരെ 12 × 10⁻⁶ ഹേർട്സ് ഇതിൻ്റെ റേഞ്ചിൻ്റെ അടുക്ക് വരുന്നുണ്ട്. വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ബാൻഡ് ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇന്നേ വരെ കണ്ട് പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം ν1 = 7.5. അപ്പോൾ ν1 ഒന്നാമത്തെ ഫ്രീക്വൻസി 7.5 മെഗാ ഹേർട്സ്, രണ്ടാമത്തെ ഫ്രീക്വൻസി 12 മെഗാ ഹേർട്സ്. സ്പീഡ് ഓഫ് ലൈറ്റ് c = 3 × 10⁸ നമുക്ക് അറിയുന്ന കാര്യം. വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ν1, ഒന്നാമത്തെ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് എന്ന് പറയുന്നത് λ1 = നമ്മൾ ഇവിടെ കണ്ട അതേ ഇക്വേഷൻ c/ν1. അപ്പോൾ 3 × 10⁸ / 7.5 × 10⁶ ചെയ്യുന്ന സമയത്ത് ഇത് 10² വരും. ഇത് ചെയ്യുന്ന സമയത്ത് ആൻസർ 40 മീറ്റർ. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, കാൽക്കുലേറ്റർ അടിക്കുക, വാല്യൂ കിട്ടുക. വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ഫ്രീക്വൻസി 2. അപ്പോൾ λ2 = c/ν2. അപ്പോൾ എന്താ 3 × 10⁸ / 12 × 10⁶ പിന്നെയും കട്ട് ചെയ്യുക. ഇവിടെ ഒരു 1/4 വരും. അപ്പോൾ 300/12 വരുന്ന സമയത്ത് 25 മീറ്റർ. അപ്പോൾ എന്താണ് ദ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ഇസ്, അപ്പോൾ ഈ റേഞ്ച് മുതൽ അതായത് 25 മുതൽ 40 വരെ, അപ്പോൾ 25 മീറ്റർ ടു 40 മീറ്റർ ഇതായിരിക്കും ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടില്ലേ. അപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ അടുക്കാണ് ഈ ഒരു ബാൻഡിൻ്റെ അടുക്കാണ് ഈ പറയുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വേവ് ലെങ്ത് ഈ ഒരു ബാൻഡിൻ്റെ അടുക്ക് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണ് നമ്മുടെ ഫ്രീക്വൻസി ഈ പറയുന്ന 7.5 മുതൽ 12 വരെ ആ ഒരു റേഞ്ചിലാണ് പ്രവർത്തിക്കുന്ന ഫ്രീക്വൻസി. അതേപോലെ തന്നെ വേവ് ലെങ്ത് പ്രവർത്തിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് 25 മീറ്റർ ടു 40 മീറ്റർ. അതൊന്നുകൊണ്ട് മീറ്റർ ആയത് കാരണം λ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ഒരു ക്വാണ്ടിറ്റി, എത്രത്തോളം ഡിസ്റ്റൻസിന് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു ക്വാണ്ടിറ്റി. അത് റേഡിയോ എന്ന് പറയുന്നൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണല്ലോ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ക്വസ്റ്റിൻ്റെ ആൻസർ അങ്ങനെ ആയി. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പാർട്ട് ഓഫ് എ ഹാർമോണിക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എത്രയോ തന്നിട്ടുണ്ട്. B0 = 510 N എന്താണ് ടെസ്ല. വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് പാർട്ട് ഓഫ് ദ വേവ്. എത്രയോ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ B0 = 510 NT. അപ്പോൾ നമുക്കറിയാം C = E0/B0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ വേർ E0 is the electric field, B0 is the magnetic field. അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. E0 കണ്ടുപിടിക്കണം. E0 കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതിങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C × B0. അപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, അതായത് ഈക്വൽ ടു ഈ N എന്ന് പറയുന്നത് എന്താ, N ആക്ച്വലി ഇൻഡിക്കേറ്റ്സ് 10⁻⁻⁷ ആണ്, -9 ആണ്. അത് ആക്ച്വലി -9 ഒരു ഫാക്ടർ കാണിക്കുന്നത്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ ഇൻറ്റു B0 എന്ന് പറയുന്ന 510. എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് 10⁻⁻9 എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് 10⁻8 10⁻⁻9 ഒരു 10⁻1 ബാക്കിയായി പോകും, കാരണം 8 - 9 1 ആയിരും, -1 ആയിരം. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ 153 N/Coulomb എന്ന് പറഞ്ഞിട്ട്, ന്യൂട്ടൺ അല്ല നമ്മളെ N/Coulomb എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. അതായിരിക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, സിമ്പിൾ ഇക്വേഷന് ജസ്റ്റ് ഇതിന് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E0 വാല്യൂ കിട്ടും. അപ്പോൾ അതായിരിക്കും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ NCERT ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൽ കുറച്ച് NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് കൂടി കാണാം. എന്നിട്ട് നമുക്ക് ഈ പാഠത്തിന് അങ്ങ് തീർക്കാം. വൈ ഈസ് ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ പോർട്ടബിൾ റേഡിയോ. നമുക്ക് പോർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റേഡിയോ എന്തിനാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ ഇമ്പോർട്ടൻറ്റ്. നമ്മളെ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനുമായിട്ട് എന്താണ് നമ്മുടെ പോർട്ടബിൾ റേഡിയോൻ്റെ ഓറിയൻറ്റേഷന് അതിനോടൊപ്പം തന്നെ ഉണ്ടാവുക എന്നുള്ളത് വിത്ത് റെസ്പെക്ട് എന്ന് പറയുമ്പോൾ ഒന്നിനെ അടിസ്ഥാനമാക്കിയിട്ട് മറ്റേത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. എന്തുകൊണ്ട് The orientation of the portable radio with respect to the broadcasting station is important. Question വരികയാണ്, ഇതുവരെ ക്വസ്റ്റ്യൻ. ബിക്കോസ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ പ്ലെയിൻ പോളറൈസ്ഡ്. അതായത് ഇപ്പോൾ ഇങ്ങനെ പോകുന്നതാണെങ്കിൽ ഒരു ഡയറക്ഷനിൽ പോകുന്നതാണ് ഇങ്ങനെ തന്നെ, അതാണ് പ്ലെയിൻ പോളറൈസ്ഡ് എന്ന് പറയുന്നത്. സോ ദ റിസീവിങ് ആൻറ്റീന ഷുഡ് ബി പാരലൽ ടു. അപ്പോൾ ഈ നമ്മൾ ഈ ആൻറ്റീന ഉണ്ടാവില്ലേ, ആൻറ്റീന ഇപ്പോൾ ഇങ്ങനെ ഒരു വട്ടം പോലെ നമ്മൾ ഇപ്പോഴത്തെ വീട്ടിൽ ഇങ്ങനത്തെ എന്താണ് പഴയ മോഡലിൽ ആൻറ്റീന TV ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയാം, ഇതാണ് ഈ സാധനം നമ്മൾ പുറത്ത് വീട്ടിൻ്റെ ടെറസുമ്മൽ വെക്കുന്ന സാധനമാണ് ഈ ആൻറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസീവിങ് ആൻറ്റീന ഷുഡ് ബി പാരലൽ ടു ദ ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ വെക്ടർ പാർട്ട് ഓഫ് ദ വേവ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഓറിയൻറ്റേഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷൻ കോൺസെപ്റ്റ് ക്വസ്റ്റ്യനാണ്. +2 ഫിസിക്സിലൊന്നും അധികം കോൺസെപ്റ്റ് ഒന്നുമില്ല, പക്ഷേ ഇത് നല്ലൊരു കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വൈ ഡസ് മൈക്രോവേവ് ഓവൻ ഹീറ്റ്സ് അപ്പ് എ ഫുഡ് ഐറ്റം കണ്ടെയ്നിങ് വാട്ടർ മോളിക്യൂൾസ് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി. നമ്മൾ ഈ വീട്ടിൽ, എൻ്റെ വീട്ടിൽ എന്തെങ്കിലും മൈക്രോവേവ് ഓവനൊന്നുമില്ല, അതെനിക്കിതിനെ അങ്ങനെ കാണാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ മൈക്രോവേവ് ഓവനല്ലേ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ഇല്ലൊരു ഫുഡ്,
വെള്ളം എന്താ പറയുക കുറച്ച് ഒഴിച്ച് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഫുഡായിട്ട് നിങ്ങൾ അതിൽ ഇടുവാണെങ്കിൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യും, ബാക്കി നമ്മളിപ്പോൾ നോർമലായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരു ബ്രെഡ് മാത്രം വെച്ചിട്ട് ചൂടാക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും ഒരു ഫുഡിൽ നമ്മളിപ്പോൾ കറി ചൂടാക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്, അപ്പോൾ കറി നല്ല പെട്ടെന്ന് ചൂടാവും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതാണ് നമ്മൾ അറിയേണ്ടത്. മൈക്രോവേവ് ഓവൻ ഹീറ്റ്സ് അപ്പ് ദ ഫുഡ് ഐറ്റം കണ്ടെയ്നിങ് വാട്ടർ മോളിക്യൂൾസ് മോസ്റ്റ് എഫിഷ്യൻലി. ഇവിടുത്തെ വരെ ക്വസ്റ്റൻ ആണ്. ബിക്കോസ് ദ ഫ്രീക്വൻസി ഓഫ് മൈക്രോവേവ്സ് മാച്ചസ് ദ റെസണന്റ് ഫ്രീക്വൻസി ഓഫ് വാട്ടർ മോളിക്യൂൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ്. നമ്മൾ ഈ പറയുന്ന മൈക്രോവേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും, നമ്മളെ വാട്ടർ മോളിക്യൂലിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ വാട്ടർ മോളിക്യൂലും ഇതിൻ്റെ ഫ്രീക്വൻസി തമ്മിൽ എന്താ, ഇതൊരു ന്യൂ ഡാഷ് ഇതൊരു ന്യൂ ആണെങ്കിൽ അത് ആക്ച്വലി ഓൾമോസ്റ്റ് സെയിം ആണ്. അത് റെസണൻസ് കണ്ടീഷനിൽ ഓൾമോസ്റ്റ് അത് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ദ ഫ്രീക്വൻസി ഓഫ് മൈക്രോവേവ് മാച്ചസ് ദ റെസണൻറ്റ് ഫ്രീക്വൻസി ഓഫ് വാട്ടർ മോളിക്യൂൾ. അപ്പോൾ ഈ രണ്ടും ഓൾമോസ്റ്റ് സെയിം ഫ്രീക്വൻസിയിൽ വരുന്നതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതിന് നല്ലോണം പ്രവർത്തിക്കാൻ പറ്റും. രണ്ടും ഏകദേശം ഒരേ എന്ന് പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് ഓൾമോസ്റ്റ് ദേ ക്യാൻ പെർഫോം ബെറ്റർ. അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ഇല്ല ഫുഡായിട്ട് നമ്മൾ മൈക്രോവേവ് ഓവനിൽ വെക്കുന്ന പെട്ടെന്ന് ചൂടാകുന്നത്, ബാക്കി നമ്മുടെ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഫുഡ് വെക്കുന്നതിനെ കേട്ടോ അപേക്ഷിച്ചിട്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് വേരിയബിൾ ഫ്രീക്വൻസി എ സി സോഴ്സ്. ഒരു വേരിയബിൾ ആയിട്ടില്ല, വേരിയബിൾ എന്ന് പറയുമ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു എ സി സോഴ്സ് ഇസ് കണക്റ്റഡ് ടു കപ്പാസിറ്റർ. ഒരു എ സി സോഴ്സ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, അതെന്ത് ചെയ്ത് ഒരു കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്ത്. ഹൗ വിൽ ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ചേഞ്ച് വിത്ത് ഡിക്രീസ് ഇൻ ഫ്രീക്വൻസി. ഫ്രീക്വൻസി കുറയുന്ന സമയത്ത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവാൻ പോകുന്നതെന്നാണ് ചോദിച്ചത്. നമുക്ക് ഇക്വേഷൻ എഴുതാം. എക്സ് സി ഇതുവരെ നിങ്ങൾ പഠിക്കുന്നത് എ സി എന്ന് പറയുന്ന ചാപ്റ്റർ. എ സി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സ് സി ഇസ് ഇക്വൽ ടു ഇതെന്ന സാധനം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇക്വൽ ടു 1/2π ന്യൂ. ഇത് ആക്ച്വലി ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ, എന്താ കപ്പാസിറ്റൻസ് സി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 2π പിന്നെ 1 പിന്നെ നമ്മളെ കപ്പാസിറ്റൻസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ആകെ വേരിയബിൾ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. അപ്പോൾ എക്സ് സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, കാരണം ഇത് ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ. അപ്പോൾ എക്സ് സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഇത് ഈ ന്യൂ എന്ന് പറഞ്ഞിട്ട് എഴുതുക അല്ലെങ്കിൽ എഫ് എന്ന് പറഞ്ഞിട്ട് ഏതു നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്താൽ മതി, ഏതാ നിങ്ങൾക്ക് ഇഷ്ടമില്ല അങ്ങനെ എഴുതിയാൽ മതി. ആസ് ഫ്രീക്വൻസി ഡിക്രീസസ് എക്സ് സി ഇൻക്രീസസ് ആൻഡ് കറൻറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് സി. എടാ അതായത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻ പ്രകാരം ഫ്രീക്വൻസി കുറയുന്ന സമയത്ത് എന്ത് കൂടുന്നുണ്ട്, ഈ കപ്പാസിറ്റി. അത് നിങ്ങൾക്ക് ലോജിക്ക് വെച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇത് കുറയുന്ന സമയത്ത് ഇത് എന്തായാലും കൂടണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് ആക്ച്വലി ഒരു റെസിസ്റ്റൻസ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു സാധനമല്ല. നമ്മൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്താ, നമുക്ക് പെട്ടെന്ന് കറൻറ്റ് കടത്തി വിടാണ്ടിരിക്കാനല്ലേ ശ്രമിക്കുക. നമ്മളിപ്പോൾ കുറേ റെസിസ്റ്റൻസിൽ ഇപ്പോൾ നമ്മളൊരു പൈപ്പിൽ കുറേ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ, ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ആ ഒരു കറൻറ്റിൻ്റെ ഫ്ലോ കുറഞ്ഞു പോവുകയല്ല ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു വഴിയുണ്ട്. അപ്പോൾ ഏടിയാണോ കുറഞ്ഞ റെസിസ്റ്റൻസിൽ അതിലൂടെ പോകാൻ, അല്ലാണ്ട് നമുക്ക് മൊത്തം എന്ന് പറയേണ്ടത് ഭാരം ചുമലേറ്റിക്കൊണ്ട് പോകുന്നതിന് പകരം അയാൾ ഏടിയാണോ കുറച്ച് റെസിസ്റ്റൻസിൽ അതിലൂടെ കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് കറണ്ട് ഒരിക്കലും എന്ന് പറയുക ഏറ്റവും കൂടിയ റെസിസ്റ്റൻസിലൂടെ കടക്കാൻ വേണ്ടി ശ്രമിക്കില്ല. അതെന്തുകൊണ്ടാണ്? ഇറ്റ് ഡസൻ ലൈക്ക് ദറ്റ്. ആ ഒരു ഓപ്പോസിങ് പവർ അയാൾക്ക് ഇഷ്ടമല്ല. അയാൾ എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ പോകാൻ ഇഷ്ടം. അതിനെ എതിർക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അതിലൂടെ അയാൾ പോകാൻ വേണ്ടി ശ്രമിക്കും. ആക്ച്വലി കിർച്ചോഫ്സ് റൂളാണ്. സാരമില്ല പോട്ടെ, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ റെസിസ്റ്റൻസ് കാരണം എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കറൻറ്റ്. ഇവിടെ എഴുതിയിട്ടുണ്ട് കറൻറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇത് എക്സ് സി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസിനാണ് ഈ പറയുന്ന എക്സ് സി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താ, ഫ്രീക്വൻസി കുറയുന്ന സമയത്ത് ഇത് ആക്ച്വലി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഫ്രീക്വൻസി കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്താ, കറൻറ്റ് കുറയും. അല്ലാണ്ട് ഫ്രീക്വൻസിയും കറൻറ്റും തമ്മിൽ റിലേഷൻ നമുക്ക് സ്ഥാപിക്കാനാവില്ല. നമ്മൾ ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മൾ ആദ്യം റെസിസ്റ്റൻസ് പറയും. അപ്പോൾ റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ അറിയുന്ന കറൻറ്റിനെ പറ്റിയിട്ട് സംസാരിക്കുക. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഇൻഡയറക്ട്ലി എഫക്റ്റിംഗ് നമ്മളെ കറൻറ്റ്. ഫ്രീക്വൻസി കുറയുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് റെസിസ്റ്റൻസ് കൂടി. അപ്പോൾ അതിന് കണക്കായിട്ട് എന്ത് ചെയ്ത് നമ്മളെ കറൻറ്റ് കുറഞ്ഞു പോയി. ആൻഡ് കറൻറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എക്സ് സി. അപ്പോൾ ഐ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എക്സ് സി. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ഡിക്രീസസ്. സോ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ഫ്രീക്വൻസി. അതായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യന് ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ഇല്ല, ഇതാ ലാസ്റ്റ് ക്വസ്റ്റ്യന്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ ബീം എമർജിങ് ഫ്രം എ ഫിൽട്ടർ ഫേസിങ് എ ഫ്ലഡ് ലൈറ്റ്. ഒരു ഫ്ലഡ് ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ സ്റ്റേഡിയത്തിൽ വലിയ എന്താ പറയുക, ജവഹർലാലിൻ്റെ ഒരു സ്റ്റേഡിയം നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാം കളിക്കുന്നത്. അവിടെ എന്തുണ്ടാവും, ഈ എന്താ പറയുക, നമ്മളെ മൊത്തം ഫീൽഡ് കാണേണ്ടിയിട്ട് രാത്രി സമയം കളിക്കേണ്ടിയിട്ട് മൊത്തം സ്റ്റേഡിയത്തിൽ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിനെ ഫ്ലഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇസ് ഗിവൺ ബൈ എത്ര, ഒരു ബി തന്നിട്ടുണ്ട് 12 × 10⁸ സൈൻ ഓഫ് 1.20 × 10⁻⁷. ഈ സെഡ് എന്താ കാണിക്കുന്നത്, അതിൻ്റെ ഡയറക്ഷന് -3.60 × 10⁻15 ടൈം ടി തന്നിട്ടുണ്ട്, അത്രയും ടെസ്ല. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ അതിന് എഴുതിയിരിക്കുന്നത്. വാട്ട് ഈസ് ദ ആവറേജ് ഇൻറ്റൻസിറ്റി ഓഫ് ദ ബീം. ആവറേജ് ഇൻറ്റൻസിറ്റി ചോദിച്ചിട്ട് നമുക്ക് ഏലും ചെയ്യാം. B0 sin ωt ആണ് നമ്മളെ B0 sin ωt ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷന്. അപ്പോൾ ഇതും തമ്മിൽ കമ്പയർ ചെയ്യുക. 12 × 10⁻⁸ സൈന്.
അപ്പോൾ B0 എന്ന് പറയുന്ന വാല്യൂ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഈ പറയുന്ന 12 × 10⁻⁸. സൈനിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഒമേഗ ഉണ്ട്. ആ ഒമേഗ എന്ന് പറയുന്നത് ഈ പറയുന്ന വാല്യൂ 1.2 × 10⁻⁷ അതായിരിക്കും ഒമേഗ എന്ന് പറയുന്നത്. മൈനസ് 3.6 × 10⁻15 അതാണ് ഈ ടീൻ്റെ വാല്യൂ. ആ ടീൻ്റെ മുൻപിലെ കോയിഫിഷ്യൻ്റാണ് ഈ പറയുന്ന 3.60. അപ്പോൾ അത്രയും ടെസ്ല. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇതൊന്നും നോൺ നീഡഡ്. നമുക്ക് എന്താ വേണ്ടത് B0 വേണ്ടത്. അപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് B0 12 × 10⁻⁸ കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ ആവറേജ് ഇൻറ്റൻസിറ്റി ഓഫ് ബീം കണ്ടുപിടിക്കുക. അതിൻ്റെ ഐ ആവറേജ് ഇസ് ഈക്വൽ ടു ഹാഫ് B0² / μ0 × C എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ മുൻപ് കണ്ടിട്ടില്ലെങ്കിലും ഇപ്പം കാണിച്ചു തരുവാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഹാഫ് ഇൻറ്റു B0ൻ്റെ വാല്യൂ എന്താ 12 × 10⁻⁸ അതിൻ്റെ ഹോൾ സ്ക്വയർ ഉണ്ട്. ഇൻറ്റു നമ്മൾ സീൻ്റെ വാല്യൂ എന്താ സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എന്താണ് ഈ പറഞ്ഞ μ0. μ0ൻ്റെ വാല്യൂ എന്താണ് ഹാഫ് പുറത്തുണ്ട്. ഓക്കെ, അപ്പോൾ μ0 ഈക്വൽ ടു എന്താണ് പെർമിയബിലിറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കാം, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സ് 4 പാട് മുൻപിലെ സാധനം പിന്നെ ഇവിടെ കയറി വന്ന് നമ്മളെ എന്താ പറയുക EMI നിങ്ങൾ കയറി വന്ന് ഇപ്പം കണ്ട് ഇപ്പോൾ ഇവിടെ ഈ പാടത്തിലും കയറി വന്ന കണ്ട്. അപ്പോൾ അതെന്താ ഈ വാല്യൂ ആയിരിക്കും വരിക. μ0ൻ്റെ പെർമിയബിലിറ്റിയാണ് 4π × 10⁻⁷. ചെയ്യുന്ന സമയത്ത് ആൻസർ 1.71 Wb/m² എന്നായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടും. ഇതായിരിക്കും ആവറേജ് ഇൻറ്റൻസിറ്റി ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഫൈനൽ ആൻസർ വിൽ ബി യൂണിറ്റ് Wb/m². അപ്പോൾ ഇതായിരിക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഈ ഒരു പാഠത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നല്ലോ. അപ്പോൾ ഈ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യുക. 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ആകാശം നോക്കേണ്ടി വരും എന്ന് പറയേണ്ടത്. വളരെ എളുപ്പത്തിൽ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്ന ഒരു പാഠം. പക്ഷേ വേണ്ടിക്കൽ ഈ പാഠം ടഫാക്കണ്ടിക്കൽ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഇടങ്ങാറാക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യാം.